ഞാൻ ഇവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയിലെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മൾ ഇന്നലെ ഒരു വീഡിയോയിൽ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെടുത്തിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ആർട്ടിക്കിൾ 79 എന്തിനെക്കുറിച്ച് പറയുന്നു? ആർട്ടിക്കിൾ 79 ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 79 ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 79 ഡീൽസ് വിത്ത് ഇന്ത്യൻ പാർലമെന്റ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 80 രാജ്യസഭയെ കുറിച്ച് പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 80 ഡീൽസ് വിത്ത് രാജ്യസഭ. ആർട്ടിക്കിൾ 80 ഡീൽസ് വിത്ത് രാജ്യസഭ. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 81 ലോകസഭയെ കുറിച്ച് പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 81 ഡീൽസ് വിത്ത് ലോക്സഭ. ആർട്ടിക്കിൾ 81 ഡീൽസ് വിത്ത് ലോക്സഭ. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 63 ഉപരാഷ്ട്രപതിയെ കുറിച്ച് പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 63 ഡീൽസ് വിത്ത് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതായത് ആർട്ടിക്കിൾ 63 ഉപരാഷ്ട്രപതിയെ കുറിച്ച് പരാമർശിക്കുന്നു. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 52 രാഷ്ട്രപതിയെ കുറിച്ച് പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 52 ഡീൽസ് വിത്ത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 54 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 54 ഡീൽസ് വിത്ത് ഇലക്ഷൻ ഓഫ് ഇന്ത്യൻ പ്രസിഡന്റ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 153 സംസ്ഥാന ഗവർണറെ കുറിച്ച് പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 153 ഡീൽസ് വിത്ത് ഗവർണർ ഓഫ് ഈച്ച് സ്റ്റേറ്റ്സ്. ആർട്ടിക്കിൾ 153 സംസ്ഥാന ഗവർണറെ കുറിച്ച് പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 213 പ്രകാരമാണ് ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. ഗവർണർ ഡിക്ലെയറിംഗ് ordinance on the basis of article 213. ആർട്ടിക്കിൾ 213 പ്രകാരമാണ് ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. ആർട്ടിക്കിൾ 226 പ്രകാരമാണ് കേരള ഹൈക്കോടതികൾ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. ഹൈക്കോർട്ട് പ്രൊഡ്യൂസിംഗ് റിട്ട് ഓൺ ദ ബേസിസ് ഓഫ് ആർട്ടിക്കിൾ 226. ആർട്ടിക്കിൾ 226 പ്രകാരം എന്ത് ചെയ്യുന്നു? ഹൈക്കോടതികൾ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 32 ഇന്ത്യയുടെ ഹൃദയവും ആത്മാവുമെന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഡോക്ടർ B.R. അംബേദ്കർ ആണ്. ഡോക്ടർ B.R. അംബേദ്കർ കോൾഡ് ആർട്ടിക്കിൾ 32 ആസ് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 32 ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് വിളിച്ചതാരാണ്? വിളിച്ചത്? ഡോക്ടർ B.R. അംബേദ്കർ ആണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ പുതിയ ശില്പി ആരാന്നറിയാം? ഇന്ത്യയിലെ പുതിയ പാർലമെന്റിന്റെ ശില്പി ആരാണ്? ഇന്ത്യയിലെ പുതിയ പാർലമെന്റിന്റെ ശില്പി ആരാണ്? ബിമൽ പട്ടേലാണ്. ബിമൽ പട്ടേൽ വാസ് ദ ആർക്കിടെക്ട് ഓഫ് ന്യൂ പാർലമെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പുതിയ പാർലമെന്റിന്റെ ശില്പി ആരാണ്? ഇന്ത്യയിലെ പുതിയ പാർലമെന്റിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരെയാണ്? ബിമൽ പട്ടേലാണ്. ബിമൽ പട്ടേലാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 15 പറയുന്നത് എന്താണ്? അതായത് ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ യാതൊരു വിവേചനങ്ങളും പാടില്ല എന്ന് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 15. അതുപോലെ ആർട്ടിക്കിൾ 16 സർക്കാർ ഉദ്യോഗങ്ങളിൽ എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ഉറപ്പുവരുത്തുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പാണേത്? ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 17 കുറിച്ച് നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത് എന്താണ്? അയിത്തം കുറ്റമാണ് എന്ന് പരാമർശിക്കുന്നു ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 18 എന്ന് പറഞ്ഞാൽ മിലിറ്ററി ഒഴികെയുള്ള പദവിനാമങ്ങൾ നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പാണിത് ആർട്ടിക്കിൾ 18. ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 19 ആർട്ടിക്കിൾ 19 ഡീൽസ് വിത്ത് ഫ്രീഡം ഓഫ് സ്പീച്ച്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതകളേറിയ ക്വസ്റ്റ്യൻസാണ്. ഞാൻ ഇന്നിവിടെ വന്നത്
പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയിലെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യமான ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് ഏവർക്ക് പ്രയോജനപ്പെടുന്നതാണ്. വീഡിയോ കാണുന്നവർ തുടർച്ചയായിട്ട് കാണുക കേട്ടോ. തുടർച്ചയായിട്ട് കാണുന്നവർക്ക് മാത്രമേ ഈ വീഡിയോ കാണുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാവുകയുള്ളൂ. കാരണം ഒരു വീഡിയോയിൽ പറയുന്നതിൻ്റെ ബാക്കിയാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പരീക്ഷകളിൽ ഉപകാരപ്പെടുന്നതാണ്.